നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒന്നാമത്തെ പിണറായി മന്ത്രിസഭ വരുമ്പോഴും ഞാൻ കരുതി, രണ്ടാമത്തെ പിണറായി മന്ത്രിസഭ വരുമ്പോഴും ഞാൻ കരുതി KSFDCയുടെ ചെയർമാനായിട്ട് K മധു വരാൻ സാധ്യതയുണ്ടെന്ന്. മധുചേട്ടൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഹരിപ്പാട് ചിലപ്പോൾ സ്ഥാനാർത്ഥി വരെ ആകും എന്ന് കരുതിയ ആളാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിലും KSFDCയുടെ ചെയർമാനാവാൻ പറ്റില്ല, രണ്ടാമത്തേലും പറ്റില്ല. കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെങ്കിലും വീണ്ടും ആകണമെന്ന് വാശി പിടിച്ച ആളായിരുന്നു ഷാജി എൻ കരുൺ. അവിടെ കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി രഞ്ജിത്തിന് കൊടുക്കണം എന്നുള്ള പ്രഷർ വന്നപ്പോൾ ഷാജി എൻ കരുണിന് KSFDC അനുവദിച്ചു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ചിത്രാഞ്ജലിയുടെ മാനേജരുമായിരുന്നു. പക്ഷേ KSFDCയുടെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ദയനീയ പരാജയമായിരുന്നു ആ മനുഷ്യൻ. എനിക്കിപ്പോഴും ഭയങ്കര വിഷമമാണ്. കാരണം ചിത്രാഞ്ജലിയുടെ ആ സൗന്ദര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് കിബിന്ന് 100, 120, 180 കോടി രൂപ കൊടുത്തു എന്നുള്ളത് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഇത് ചിലവാക്കാനായിട്ട് ചിത്രാഞ്ജലിയുടെ മുന്നിൽ കുറേ കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ അടുത്ത കാലത്ത് സെൻസർ ബോർഡിനെതിരെയുള്ള സമരത്തിന് ചെന്നപ്പോഴും ഈ കാഴ്ചകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ മനുഷ്യൻ എങ്ങനെ ഒരു കലാകാരനായി എന്ന് ഞാൻ ആലോചിച്ചു. ഒരു കലാബോധവും ഇല്ലാതെ കുറേ കോൺക്രീറ്റ് വനങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു മനോഹരമായ ചിത്രാഞ്ജലിയിൽ. അതിനപ്പുറം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഞാൻ തന്നെ പല ആവർത്തി പറഞ്ഞതാണ്, ഒരു 8 കെട്ടുണ്ടാക്കിയിട്ട് 2 വശത്ത് 2 പേർക്ക് ഷൂട്ട് ചെയ്യാൻ കൊടുത്താൽ തന്നെ ഒരു ദിവസം ഒരു 10,000 രൂപ 20,000 രൂപ കണ്ണുടച്ചുകൊണ്ട് ഉണ്ടാക്കാം. ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു എയർപോർട്ട്, ഒരു ഫ്ലൈറ്റ്, നമ്മൾ റാമോജി ഫെലിസിറ്റി ഷൂട്ട് ചെയ്യുന്ന ഫ്ലൈറ്റൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സജി ചെറിയൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഫ്ലൈറ്റൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങ് റാമോജി പോയാൽ പോരെ. അതാണ് പ്രശ്നം. ഇവരെയൊക്കെ ന്യായീകരിച്ച്, ഈ ഷാജി എൻ കരുണിനെയൊക്കെ പോലുള്ളവരെ ന്യായീകരിച്ച് മന്ത്രി വഷളാവുന്നു എന്നുള്ളതാണ്. എന്തായാലും KSFDCയുടെ ചെയർമാനായിട്ട് ഇനി കുറച്ച് കാലമേ ഉള്ളൂ. അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കൽ നടത്താമെന്നുള്ളതിനപ്പുറം 8 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് വരികയും വീണ്ടും ഒരു 5 വർഷം K മധുവിന് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും മധുചേട്ടൻ ചിത്രാഞ്ജലിയിൽ സിനിമാക്കാർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി, സഹസംവിധായകനായി, അസോസിയേറ്റ് ഡയറക്ടറായി, നിർമ്മാതാവായി ഒരുപാട് കാലമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് സിനിമയുടെ പൾസ് അറിയാം K മധുവിന്. അദ്ദേഹത്തെ പോലെ ഒരാളിനെ KSFDCയുടെ ചുരുങ്ങിയ കാലമാണെങ്കിലും ചെയർമാനാക്കിയതിന് ഈ മന്ത്രിസഭയോട്, അല്ലെങ്കിൽ സജി ചെറിയാനോട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട്, സാംസ്കാരിക വകുപ്പിനോടൊക്കെ സന്തോഷം പങ്കിടാം. എന്നോട് പലരും ചോദിച്ചു, K മധു ചെയർമാനായ ശേഷം നിങ്ങൾ വിളിച്ചില്ലായിരുന്നു. ഞാൻ വിളിച്ചില്ല. പക്ഷേ ഇപ്പോൾ സിനിമയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ടൊരു എൻക്ലേവ് നടത്തുന്നുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ മധുചേട്ടനെ കാണും. അപ്പോൾ നേരിട്ട് അഭിനന്ദനം പറഞ്ഞോളാം എന്ന് വിചാരിച്ചു. എന്തായാലും ചുരുങ്ങിയ സമയമാണ് കിട്ടുന്നതെങ്കിലും അക്കാലത്ത് അത്രയും സമയം കൊണ്ട് KSFDCക്ക് ഇങ്ങനൊരു ചെയർമാൻ ഉണ്ടായിരുന്നു എന്ന് മധുചേട്ടൻ തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. നമസ്കാരം. അമ്മയുടെ എന്താ പറയുക, ഈ കുടത്തിൽ നിന്ന് ഭൂതത്തിനെ തുറന്നു വിട്ടതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അമ്മയിലുണ്ടാവുന്ന, ദിവസവും ഉണ്ടാവുന്ന പൊട്ടിത്തെറികൾ, വാഗ്വാദങ്ങൾ, വീഡിയോകൾ, ഓഡിയോകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാണ് എല്ലാവരും. ഇതിനിടയിൽ ചിലരെല്ലാം ഞാൻ മതിയാക്കി പുറത്തി എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നു. ബാബുരാജയെ കണ്ടില്ല, ആജീവനാന്ത അമ്മയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നാണ്, പൊക്കിൾക്കൊടി ബന്ധം അവസാനിപ്പിച്ചു എന്നൊക്കെയാണ് പറയണത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കേരളത്തിലെ പ്രശസ്തമായ സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ ആറ്റുകാൽ അമ്പലത്തെക്കുറിച്ച് പറയണേ. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ കോടിക്കണക്കിന് രൂപ വന്ന് മറിയുന്നത് കൊണ്ട് അവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര 1000 ഏക്കർ തോട്ടങ്ങളുണ്ട്, എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്, എന്തൊക്കെ കെട്ടിടങ്ങളുണ്ടെന്ന് അവർക്ക് അറിയാമോന്ന് പോലും എനിക്കറിയില്ല. അക്കൗണ്ടൻറ്റിന് മാത്രമേ ചിലപ്പോൾ അറിയാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് വരുമാനം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അഴിമതികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനായിട്ട് എന്നെ വച്ചതാണ്. ഞാൻ പാതി വഴിയിലിട്ടിട്ട് ഓടിക്കളഞ്ഞു. കാരണം 2 ഭാഗത്തു നിന്നും, വാദിയുടെയും പ്രതിയുടെയും ഭാഗത്തു നിന്ന് പ്രഷർ സഹിക്കാൻ വയ്യാതായപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പൊക്കളഞ്ഞു.
പോകരുത് പോകരുത്, താങ്കൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിൽ കക്ഷി ചേർന്നവർക്കൊക്കെ കത്തയച്ച കൊറിയർ അയച്ചതിന് എനിക്ക് തന്നെ ഒരു 10-500 രൂപ ചിലവായെന്ന് തോന്നുന്നു. ഞാൻ അതുപോലും വാങ്ങിക്കാതെ വലിഞ്ഞു കളഞ്ഞു. അപ്പോൾ അവിടെ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ സത്യവാന്മാരെന്ന് പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടും അനുബന്ധിച്ച് 10 ദിവസം നടക്കുന്ന കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണല്ലോ ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തെ ഉത്സവത്തിന് അവിടെ ഇപ്പോൾ 3 സ്റ്റേജ് എന്തുണ്ട്, ആ 3 സ്റ്റേജുകളിൽ നടക്കുന്ന കലാപരിപാടികൾക്ക് പ്രോഗ്രാമുകൾ ഏതൊക്കെ വേണം, ആരെയൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ച് അതിൻ്റെ കൺവീനറായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. മോശമല്ലാതെ വെട്ടിക്കുമായിരിക്കും അദ്ദേഹം. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ആറ്റുകാലമ്മച്ചിയുടെ പൊങ്കാല മഹോത്സവം വിളക്കൊളുത്താൻ ഒരു നടി പോയി 35,000 രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പാപം കിട്ടില്ലേ എന്ന് ചോദിച്ചു. ഏയ്, അമ്മച്ചി പറഞ്ഞതല്ലേ വാങ്ങിച്ചോളാം, അമ്മച്ചി വിധിച്ചതാണ് 35,000 രൂപ എന്ന് പറയുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ ഈ വെട്ടിക്കുന്നവനോട് ചോദിച്ചാലും പറയും, അമ്മച്ചി എന്നോട് വെട്ടിക്കോളാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് ഈ പോസ്റ്റ് തന്നിരിക്കുന്നത്, ഞാൻ അതുകൊണ്ടാണല്ലോ വെട്ടിക്കണേന്ന് പറയുമായിരിക്കും. എനിക്ക് പരിചയമുണ്ട് ആളിനെ. അപ്പോൾ ഒരു വർഷം ഉത്സവത്തിന് പ്രോഗ്രാമുകൾ ഫിക്സ് ചെയ്യുന്നതിനിടയിൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ തിരുവനന്തപുരത്തുള്ള ഒരു നടി, ഒരു സീനിയർ നടി ഈ കക്ഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രോഗ്രാം തരണം. ഞങ്ങൾ ഒരു വലിയ ടീമിനെ ചേർത്ത് 3 മണിക്കൂറുള്ള നല്ല ലൈവ് ഷോ ചെയ്യാറുണ്ട്, ആ ഷോ ഞങ്ങൾക്ക് തരണം. ജീവിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ഇദ്ദേഹം മദ്രാസിലായിരുന്നു. മദ്രാസിൽ ഇരുന്നുകൊണ്ട് മദ്രാസിൽ ആരെയൊക്കെ ബുക്ക് ചെയ്യാൻ പോയിരിക്കുക, അവിടെ വെച്ച് ആണ് സംസാരിക്കുന്നത്. നടി തിരുവനന്തപുരത്താണ്. നടിയോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വരട്ടെ, വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് പ്രോഗ്രാം തരാം. വലിയ സന്തോഷമായി. നിങ്ങളുടെ റേറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചു. സംസാരത്തിനിടയിൽ ആൾ ചോദിച്ചു, ഞാൻ ഈ പ്രോഗ്രാം തന്നാൽ എനിക്കെന്ത് തരും എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറ് പറയൂ, ഞങ്ങൾ അതുകൂടെ ചേർത്ത് എമൗണ്ട് എഴുതാം. അപ്പോൾ ഇദ്ദേഹത്തിന് ജീവിക്കാൻ മോശമല്ലാത്ത നിലവാരമൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് പുള്ളി ഉടൻ തന്നെ പറഞ്ഞു, എനിക്ക് പൈസയൊന്നും വേണ്ട, പിന്നെ എന്താ വേണ്ടേ? അല്ല, ഞാനത് പച്ചയ്ക്ക് പറയണോ? നിങ്ങൾക്കറിയില്ല എന്താ എനിക്ക് വേണ്ടതെന്ന്. നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് തരണം. ആ പണി എനിക്കില്ല സാറേ എന്ന് പറഞ്ഞ് ഈ പണിയുള്ള ആർട്ടിസ്റ്റിൻ്റെ ഫോൺ കട്ട് ചെയ്തു. ആറ്റുകാൽ അമ്മച്ചിയെക്കുറിച്ചുള്ള അമ്മച്ചിയുടെ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കാമോ എന്ന് അവർക്കൊരു ദേഷ്യം വന്നു. ആരോടിത് പറയാം എന്നാലോചിക്കുമ്പോൾ ഈ ആറ്റുകാൽ അമ്മച്ചിയുടെ മൊത്തം ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പരമ ബോറൻ വഷളനായ ഒരുത്തൻ ഒരു കാലത്ത് എൻ്റെ നല്ല പരിചയക്കാരനായിരുന്നു, അവിടെ ഉണ്ട്. ആറ്റുകാലില്ല, കരിങ്കുരങ്ങ് രസായനത്തിൽ കരിങ്കുരങ്ങില്ലാത്തതുപോലെ ആറ്റുകാലല്ല താമസം, എന്നാലും പേരിൽ ആറ്റുകാലുണ്ട്. അയാളെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. എന്നെ ഇങ്ങനെ ഇന്ന ആൾ വിളിച്ച് പ്രോഗ്രാം ചോദിച്ചപ്പോൾ അയാൾ എന്നോട് എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസ വേണ്ട, കൂടെ കിടക്കാൻ ആരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാഷാണം ഈ പറയുന്ന പ്രോഗ്രാം കൺവീനറുമായിട്ട് ഉടക്കാണ്. ഇവൻ്റെ ഈ ഭക്തിഗാന കാസറ്റൊക്കെ ഇറക്കും. ഈ കാസറ്റ് ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും വിൽക്കാൻ കൊടുക്കില്ല, സമ്മതിക്കില്ല. അവിടെ ഒരു പവലിയൻ വാടകയ്ക്കെടുത്ത് വിൽക്കണം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ ചെയ്യാനേ സമ്മതിക്കുക. അവൻ ആറ്റുകാൽ അമ്മച്ചിയുടെ ആളിനാളെന്നും പറഞ്ഞാണ് നടക്കണം, പക്ഷേ വിൽക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഒരു ചൊരുക്ക് ഈ ഉത്സവ കൺവീനറോടുണ്ട്. ഇവനിത് മുതലാക്കാൻ പറ്റിയൊരു സമയമാണെന്ന് തോന്നി. പാവം ഈ നടിക്ക് അറിയില്ലായിരുന്നു ഇവൻ ഈ ദ്രോഹി ഇത് റെക്കോർഡ് ചെയ്യണം. ഇവൻ എല്ലാം ചോദിച്ച് ചെകഞ്ഞ് എല്ലാം റെക്കോർഡ് ചെയ്തു. അവരുടെ ഞാനിതിൻ്റെ പരിഹാരം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു വെച്ച് ഇവൻ ഇതും കൊണ്ട് നടക്കുകയാണ്, ഈ ഓഡിയോയും കൊണ്ട് നടക്കുകയാണ്. ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, കൺവീനറെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനിത് പുറത്തു വിടും, ആറ്റുകാൽ അമ്മച്ചിയുടെ പേരിൽ നിൻ്റെ വ്യഭിചാര കഥകൾ ഞാൻ പുറത്തു വിടുമ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, വയസ്സായ മരിക്കുന്നതുവരെയും ആറ്റുകാൽ അമ്മയുടെ ഭക്തനായിരുന്ന ഒരു മാമൻ, സ്നേഹപൂർവ്വം നാരായണ മാമൻ എന്ന് വിളിക്കുന്ന ഒരു മാമൻ. മാമൻ എന്നെ വിളിച്ചു, മോനെ നിന്നെക്കൊണ്ടൊരു സഹായം വേണം. ഞങ്ങൾക്ക് എന്തുവാ? ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു, നീ അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പരിഹരിക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ബോറൻ ഈ ആറ്റുകാലിൻ്റെ പേര് കൊണ്ട് കിടക്കുന്നവനായാലും ശരി, ഈ നടി പറഞ്ഞതായാലും ശരി, ഈ കൺവീനറായാലും ശരി, ഇവരെല്ലാം കാണിക്കുന്ന തെമ്മാടിത്തരത്തിൻ്റെ പാപഭാരം മൊത്തം ചുമക്കേണ്ടി വരുന്നത് ആറ്റുകാൽ അമ്മച്ചിയാണല്ലോ മാമ, ഞാൻ പരിഹരിക്കാം. ഞാൻ ആ നടിയെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദിനേശേ ഈ തല്ലിപ്പൊളി ഇവ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ഇവ റെക്കോർഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ വിഷമം ഞാൻ അവനോട് ഫോണിൽ പറഞ്ഞതാണ്.
ഈ ദ്രോഹി ഇതിനെ റെക്കോർഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ദിനേശ്. യവനും ആ കൺവീനറുമായിട്ട് ഉടക്കുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം അവരെയും കൺവീനറെയും ഈ നാരായണൻ മാമൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ പ്രശ്നം ഒതുക്കി. അവർക്ക് പരാതിയില്ല എന്ന് എഴുതി വാങ്ങിച്ച്. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ മറ്റവൻ വിടില്ല. മറ്റവൻ ആറ്റുകാൽ മുഴുവൻ കൊണ്ടു കിടക്കാൻ ഈ ഓടിയായിട്ട് ഈ കൺവീനർ ഇങ്ങനെ കേട്ടോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗണേശൻ്റെ അമ്മ മരിച്ചപ്പോഴാണ്. ഞാൻ നിലമേൽ പോവുകയാണ്, ഗണേശൻ്റെ വീട്ടിലേക്ക് പോകണം, വാളകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇയാൾ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞ് എൻ്റെ കാർ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ ഇഷ്യൂ ഞാൻ എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, ഹലോ, താങ്കൾ ഈ ഓഡിയോ ആറ്റുകാലിലുള്ള എല്ലാ വീട്ടുകാർക്കും കൊടുത്താൽ, ആറ്റുകാൽ അമ്പലവുമായിട്ട് ബന്ധമുള്ള എല്ലാവരും വീട്ടിലും കേൾപ്പിച്ചു കൊടുത്താലും ഒരു പ്രോഗ്രാം കൺവീനർ എന്നുള്ള നിലയ്ക്ക് അയാൾ ആ നടിയോട് ചോദിച്ചതും ആ നടി നിങ്ങളോട് പറഞ്ഞതും ഒക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം ചെന്ന് പെടുന്നത് ആറ്റുകാൽ അമ്മച്ചിയുടെ പേരിലാണ്. അവർക്കാണ് അതിൻ്റെ മോശം. നിങ്ങളെന്തിനു പറയണേ? ഞാൻ അവൻ്റെ പുക കണ്ടേ അടങ്ങും, അവൻ എന്നെ ബലിപ്പിച്ചവനാണ്, എൻ്റെ കാസറ്റ് വയ്ക്കാൻ സമ്മതിക്കാത്തവനാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ തേയ്ന്ന് നിൽക്കുകയാണ്. ഈ വർത്തമാനത്തിനിടയിൽ ഇയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പേര് കേസ് കൊടുത്തൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവരും അവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം നടത്താനുള്ള കേസ് കോടതിയിൽ നടക്കുമ്പോൾ ഒരു ദിവസം എന്തോ കൗൺസിലിങ്ങിന് വിളിച്ചു കോടതി, രണ്ടുപേരെയും പാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ്. അപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്താണെന്ന് ഇയാൾ പറയുന്നു. എങ്ങനെ സുഹൃത്തെന്ന് എനിക്കുണ്ട്, ഈ ബോറിനെ എങ്ങനെ അയാൾ കൊണ്ടുകിടന്നു എന്ന് എനിക്കറിയില്ല. ഒരു ധൈര്യത്തിന് ഈ ഭർത്താവിൻ്റെ കൂടെ ഇയാളും കൂടെ പോയി കൗൺസിലിങ്ങിന്. എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഭാര്യയും ഭർത്താവിനെയും മാത്രം ഇരുത്തി കൗൺസിലിംഗ് നടത്തുന്നിടത്ത് ഈ ബോറിനും കൂടെ കയറിയിരുന്നു. ഈ താടിയും ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ ജുബ്ബയൊക്കെ കണ്ടപ്പോൾ ഏതോ ഒരു വലിയ പണ്ണേരെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കൗൺസിലിംഗ് നടത്തുന്ന ആൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയുന്നത് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് അഭിമന്യു അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്ത മറ്റേ ഇതിൽ കയറാനുള്ള പത്മയുഗത്തിൽ കയറാനുള്ള കഥ പറഞ്ഞു കൊടുത്തപ്പോൾ മൂളിയത് മുഴുവൻ അർജുന ഉറങ്ങിപ്പോവുകയും അഭിമന്യു ആണല്ലോ മൂളിയത് വയറ്റി കിടന്നു. കയറുന്നത് വരെ പറഞ്ഞപ്പോഴാണ് കൗശലക്കാരനായ ശ്രീകൃഷ്ണന് മനസ്സിലായത് എൻ്റെ അളിയൻ മച്ചമ്പി അല്ല മൂളിയത്, എൻ്റെ അനന്തരവനാണ് ആ വയറ്റി കിടന്ന് മൂളുന്നതെന്ന് മനസ്സിലായപ്പം ഇറങ്ങാനുള്ള വഴി പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയാണല്ലോ പത്മയുഗത്തിൽപ്പെട്ട് അഭിമന്യു മരിക്കുന്നത് ചതിവിൽ എന്ന് പറയുന്ന പോലെ. ഈ കൗൺസിലിംഗ് നടത്തുന്ന ആളിനൊരു സംശയം, ഈ പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഭർത്താവല്ല മൂളുന്നു. നോക്കുമ്പോൾ പുറകെ ഇരിക്കുന്നവനാണ് മൂളണേ. അയാൾ ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരുത്തനാണ്, ഇയാളെന്തിനാ ഇവിടെ കയറിയിരിക്കുന്നു പറഞ്ഞു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തേയെന്ന് നിൽക്കുകയും ആ കൗൺസിലിംഗ് നടത്തുന്ന ആൾ ഗേറ്റോട്ട് അടിച്ചു ഇയാളെ. നാണമില്ലാത്തൊരുത്തനാണ്. അപ്പോൾ ഈ കഥയും ഒക്കെ ഇങ്ങനെ കാറിലിരുന്ന് പറയുകയാണ്. പറഞ്ഞ് എന്തിനു പറയുന്നു, നിലമേലെത്തിയില്ല. അതിനു മുമ്പേ ഞാൻ പെട്ടെന്ന് ചൂടായി. ഇയാൾ ഒരു തരത്തിൽ ഒതുങ്ങുന്നില്ല. ഇയാൾ ആറ്റിയാൽ അമ്മച്ചിയെ നാറ്റിയെ അടങ്ങും. ഞാൻ പെട്ടെന്ന് റോഡിൻ്റെ സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇറങ്ങടോ. ഇറക്കി വിട്ടു. അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോയി. പിന്നെ ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാൻ വന്നത്, ഈ 3 ആൾക്കാരെ എടുത്താൽ അവർ 3 പേര് ചെയ്തതും അമ്മച്ചിക്കാണ് ദോഷം, ആറ്റിയാൽ അമ്മച്ചിക്കാണ് ദോഷം എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപും ഒന്നുമില്ല മുന്നിൽ നിൽക്കുക, ഗണേശനോ ആരുമില്ല. അതിന് താഴെയുള്ള ആൾക്കാരെന്ന് ആയപ്പോൾ ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ ആണും പെണ്ണും എല്ലാം കൂടി തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ, ഗെറ്റൗട്ട് അടിക്കുന്നത് കേൾക്കുമ്പോൾ, രാജിവെച്ച് പോകുന്നത് കേൾക്കുമ്പോൾ ഒക്കെ അത് തൂറാത്തവും തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു. ആ പറഞ്ഞ കണക്കിലേക്കാണ് അമ്മയുടെ ഇലക്ഷൻ 15-ാം തീയതി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് ഞാൻ വരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ്. ഒരു പാനലുണ്ടാക്കി ജനറൽ ബോഡിയിൽ പാസ്സാക്കി എടുക്കേണ്ടതാണ് അമ്മ പോലുള്ള സംഘടനകൾക്ക് ഭൂഷണം എന്ന് ഞാൻ പറയും. തിരഞ്ഞെടുപ്പ് നടത്തരുത്. ഇപ്പോൾ സിബിമലയിലും ലോഹിദാസും കൂടെ 2 പാനലിൽ മത്സരിച്ച് ഞാൻ എത്രയോ എപ്പിസോഡിൽ പറഞ്ഞു. ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന സിബിമലയിൽ ഒരു പാനലിലും ചെയർമാനായിട്ട് വേറൊരു പാനലിൽ ലോഹിദാസും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. ചെളിവാരിയറിൽ 2 കൂട്ടരും മനസ്സുകൊണ്ട് അകന്നു പോയി അവസാനം. അതുകൊണ്ട് അമ്മ പോലുള്ള സംഘടന ഇനിയെങ്കിലും ഒരു പാനൽ അവതരിപ്പിച്ചിട്ട് ഇത്രയും പേരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ ബോഡിയിൽ നിന്ന് പറ ആരെയൊക്കെ നമ്മളിതിൽ ചേർക്കണം. ഭൂരിപക്ഷം പറയുന്നവരെ ചേർത്തൊരു പാനലുണ്ടാക്കാതെ ഇതുപോലുള്ള ഇലക്ഷനുകൾ ജനാധിപത്യപരമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തരുത്. കാരണം യവന്മാർക്ക് ഒന്നും ജനാധിപത്യ ബോധമില്ലെന്നേ. ഇപ്പം തന്നെ 15-ാം തീയതി അമ്മയുടെ തിരഞ്ഞെടുപ്പാണ്.
14-ാം തീയതി നിർമ്മാതാക്കളുടെ സംഘടനയുടെയും തിരഞ്ഞെടുപ്പാണ്. ഈ നിർമ്മാതാക്കളുടെ സംഘടന അച്ചടക്ക ലംഘനത്തിന് പുറത്താക്കലിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഒരാൾ കോടതിയുടെ ഒരു സ്റ്റേയുടെ പിൻബലത്തിൽ അവിടെ മത്സരിക്കുകയാണ്, പ്രസിഡൻ്റായിട്ടോ എന്തോ മത്സരിക്കുകയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തായ MS ദിലീപിൻ്റെ ഭാര്യയായ KR മീരയെ പോലെ കഥയറിയാതെ ആട്ടം കാണുന്നവരുടെ പിന്തുണ മാത്രമേ ഈ സ്ഥാനാർത്ഥിക്ക് കാണൂ. പിന്നെ ഏത് സംഘടനയുടെ കെട്ടുറപ്പിനെയും മാന്യതയെയും തകർക്കാൻ ഏത് കളിയും കളിക്കുന്നവൻ്റെയും ഒരു മോറൽ സപ്പോർട്ട് അങ്ങനെ ഒരുത്തുണ്ടല്ലോ മലയാള സിനിമയിൽ, അയാളും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം കുളം കോരാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതല്ലേ. യുവമാരുടെ തനിനിറം സിനിമയിലുള്ളവർക്ക് ഇത്തരക്കാരുടെ തനിനിറം അറിയാവൂ എന്ന് ഞാൻ പറയും. അത് നടക്കട്ടെ. ഏതറ്റം വരെ പോയാലും ഇനി ആ പടി കയറാൻ പറ്റാത്ത വിധത്തിൽ അവരെ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ആ സംഘടനയെ നാറ്റി പൊതുജനങ്ങൾക്കിടയിൽ സംഘടനാ നേതൃത്വം നൽകുന്നവന്മാരെല്ലാം ഞരമ്പന്മാരാണെന്നും പെണ്ണുപിടിയന്മാരാണെന്നും പറയുന്ന മാന്യയെ ഇനി അവിടെ കയറ്റതാക്കണം. ഒരു ഓഫീസ് മദ്യപിക്കാനുള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നവരെ പിന്തുണയ്ക്കാനാണ് വായി നോക്കികൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതും നടക്കട്ടെ. നമുക്ക് നോക്കാം ബലാബലം 14-ാം തീയതി എന്ത് സംഭവിക്കും. നമുക്ക് അമ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ഇന്നസെൻ്റോ നേതൃത്വം നൽകാൻ ഇല്ല എന്നായപ്പോൾ പരസ്പരം ചെളിവാരിയെറിയൽ, പാരവയ്ക്കൽ, അപഖ്യാതി പറയൽ, രാജിവയ്ക്കൽ, പരാതി കൊടുക്കൽ, കേസ് കൊടുക്കുമെന്ന ഭീഷണിപ്പെടുത്തൽ, എന്തൊക്കെ കലാപരിപാടികളാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അമ്മയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 6 പേർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തു. ശോഭ മേനോൻ, അനൂപ് ചന്ദ്രൻ, ദേവൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, ജഗദീഷ്. ഇവരിൽ ജഗദീഷ് അടക്കം 4 പേര് രാജിവെച്ചു. ദേവനും ശ്വേതയും മത്സരിക്കുന്നു. അതിലാർക്കെങ്കിലും ഒരാൾ രാജിവെച്ചിരുന്നു ഈ എതിരില്ലാതെ തിരഞ്ഞെടുത്തന്നെ. ശ്വേതയ്ക്ക് നാണക്കേടാണ് ഞാൻ രാജിവെച്ചാൽ എന്നുള്ളതുകൊണ്ടാണെന്ന് ഞാൻ രാജിവെക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് അതുകൊണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ മത്സരിക്കാതിരുന്ന ശ്വേതയ്ക്കാണ് നാണക്കേട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വരട്ട് ന്യായം എന്നേ പറയാനുള്ളൂ. ദേവൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. എൻ്റെ സിനിമയിൽ വലിയ വേഷം ചെയ്ത ആളുമാണ്. ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഊഴത്തിലെ നായകനുമാണ്. നല്ല ബന്ധമാണ് ഞാനും ദേവേട്ടനായിട്ട്. പക്ഷേ ഉള്ളതല്ലേ പറയാൻ പറ്റൂ. ദേവൻ തോൽക്കുമെന്ന് ദേവന് മാത്രമാണ് അറിയാത്തത് എന്ന് ഈ ദിവസം ഞാൻ പറയുന്നു. ഇനിയും 10-14 ദിവസം കിടപ്പുണ്ട്. പലരും മാന്യനായ ദേവനെ കോമഡിയനായിട്ടാണ് കാണുന്നത്. അത് ദേവൻ ചേട്ടൻ തന്നെ വരുത്തി വെച്ചതാണ്. കാരണം അടുത്ത മുഖ്യമന്ത്രി ഞാനാണെന്ന് പറഞ്ഞ് കേരള വികാസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് ഭയങ്കര പ്രകടനം, ആന പൂന എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണത്തിന് തീറ്റിപ്പോറ്റി കുറേ ദിവസം കൊണ്ടു നടന്നു. എന്നിട്ട് അതിനെ കൊണ്ടൊന്ന് കോൺഗ്രസ്സിൽ ലയിപ്പിച്ചു. എന്നിട്ട് സോണിയാഗാന്ധിക്ക് ചെന്ന് കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടുത്താം, കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. ആക്ക് സോണിയാഗാന്ധിക്ക്. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ പറയുന്നു ഞാൻ അത് വിട്ടു, ഞാനിപ്പോൾ നരേന്ദ്രമോദിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം, നരേന്ദ്രമോദിയുടെ പാർട്ടി ചേർന്നു, ഞാൻ കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാണ്, മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പാവം സ്വപ്നം കണ്ട് നടക്കുന്നത്. ഒരു വികാരം ജീവിയാണ് ദേവൻ ചേട്ടൻ. ഇതൊന്നും നടക്കില്ല എന്ന് പുള്ളിക്ക് അറിയില്ല. അതാണ് പ്രശ്നം. 9 പേര് വൈസ് പ്രസിഡൻ്റ് ആകാനായിട്ട് പത്രിക കൊടുത്തു. 6 പേര് പിൻവാങ്ങി. ഇപ്പോൾ 3 പേരേ ഉള്ളൂ. നടി ലക്ഷ്മി പ്രിയ, ജയൻ ചേർത്തല, നാസർ ലത്തീഫ്. ഇതിൽ 2 പേരാണ്, 2 പോസ്റ്റാണ് വൈസ് ചെയർമാൻ. അപ്പോൾ ഒരാൾ തോൽക്കും. അതാരാണെന്ന് ഈ 3 പേരിൽ ആരാണ് തോക്കുമെന്ന് നമുക്ക് 15-ാം തീയതി അറിയാൻ പറ്റും. ജനറൽ സെക്രട്ടറി ആയിട്ട് 5 പേർ പത്രിക നൽകി. രവീന്ദ്രനും കുക്കു പരമേശ്വരനും മാത്രമേ പിന്മാറാതെ ഉള്ളൂ. അവർ 2 പേരും തമ്മിലാണ് മത്സരം നടക്കുന്നത്. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ കുക്കു പരമേശ്വരൻ പാട്ടും പാടി ജയിക്കും. ജോയിൻറ്റ് സെക്രട്ടറി ആവാൻ 13 പേർ നോമിനേഷൻ നൽകി. എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല. 13 പേരിൽ 12 പേരും ആ നോമിനേഷൻ പിൻവലിച്ചു. അങ്ങനെ അൻസിബ എന്ന യുവനടി എതിരില്ലാതെ തിരഞ്ഞെടുത്തു. 9 പേർ ട്രഷററാകാൻ വേണ്ടി പത്രിക നൽകി. അതിൽ 7 പേരും പിൻവാങ്ങി. ഇപ്പോൾ അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നു. ഇതിലാണ് ട്രഷറിലാണ് നല്ല മത്സരമെന്ന് പറയുന്നു. 2 പേരും കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് പറയുന്നു. 7 എക്സിക്യൂട്ടീവ് സീറ്റിലേക്ക് 8 പേർ മത്സരിക്കുന്നു. അതിൽ ഒരാൾ മാറിയാൽ മതി, 8 പേര് ജയിക്കും. അല്ല, 7 പേര് ജയിച്ചതിന് എതിരില്ലാതെ. ഇവരിൽ ഏറ്റവും വോട്ട് കുറച്ച് നേടുന്നയാൾ തോൽക്കും. വനിതാ സംവരണത്തിൽ 4 സീറ്റിന് വേണ്ടി 5 പേർ മത്സരിക്കുന്നു. അതിൽ ഒരാൾ പിൻവാങ്ങിയാൽ മത്സരമില്ല. പക്ഷേ ഇനിയും പിൻവാങ്ങാക്കൂല്ലോ, പിൻവാങ്ങേണ്ട ദിവസം കഴിഞ്ഞല്ലോ. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് എന്നിവയിൽ ഒരാൾ വീതം പിന്മാറിയിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പും മത്സരവും
പരസ്പരം ചെളിവാരി എറിയലും ഒക്കെ ഒഴിവാക്കാമായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പേപ്പർ കൊടുത്ത ബാബുരാജിൻ്റെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നവ്യ നായരും പിൻവാങ്ങാതിരുന്നെങ്കിൽ മത്സരം കടുത്തന്നെ. ബാബുരാജ് നിന്നാൽ നല്ല മത്സരമായിരുന്നു തന്നെ, നവ്യ നായർ നിന്നാലും നല്ല മത്സരമായിരുന്നു തന്നെ. എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നിന്ന് ആര് തോൽക്കുമെന്നത് 15-ാം ദിവസം നമുക്കറിയാൻ പറ്റുള്ളൂ. അതുവരെ പരസ്പരം ചെളിവാരി എറിയട്ടെ എന്ന് നമുക്ക് പറയാം. ഇതിനിടയിലാണ് ചില പടലപ്പിണക്കങ്ങളും ചെളിവാരി എറിയലും ഫോൺ ചോർത്തലും പോലുള്ള കലാപരിപാടികൾ നടക്കുന്നത്. എതിരില്ലാതെ തിരഞ്ഞെടുത്ത അൻസിബ അനൂപ് ചന്ദ്രൻ്റെ നേരെ പരാതി കൊടുത്തു കഴിഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് അനൂപ് ചന്ദ്രനെതിരെയുള്ള പരാതി. ബാബുരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വിജയ് ബാബുവാണ് ആദ്യം എതിർപ്പ് നല്ല പക്കയായിട്ട് അങ്ങോട്ട് പറഞ്ഞു. കാരണം ഞാനും പെണ്ണ് കേസിൽ പെട്ട ആളാണ്, ഞാനതുകൊണ്ട് ഇതാ മാറിയിരിക്കുന്നു. ഇയാൾ നമ്മുടെ ബാബുരാജ് മാറി നിൽക്കണമെന്ന് പച്ചയ്ക്ക് പേര് പറഞ്ഞ് എന്നെ പറഞ്ഞ ആൾ വിജയ് ബാബു മാത്രമാണ്. അത് കഴിഞ്ഞ് മല്ലികയും മാലാപാർവതിയും ഒക്കെ ബാബുരാജിനെതിരെ സംസാരിച്ചു. അവിടവും കടന്ന് അനൂപ് ചന്ദ്രൻ ബാബുരാജിനെതിരെ സാമ്പത്തിക ആരോപണം കൂടി നടത്തി. കൂട്ടത്തിൽ അൻസിബെ കൂടെ ബാബുരാജിൻ്റെ കൂടെ ചേർത്ത് ആരോപണം നടത്തി. കുടുംബസംഗമം നടക്കുമ്പോൾ ആരോടും കൂടിയാലോചനകൾ നടത്താതെ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ സിൽബന്ദികളുമായി ചേർന്ന് കാര്യങ്ങൾ നടത്തിയെന്നായിരുന്നു അനൂപ് ചന്ദ്രൻ്റെ പരാതി. കമ്മിറ്റിയിൽ കണക്ക് ചോദിച്ചാൽ മുഷ്ടി ചുരുട്ടി മേശപ്പുറത്ത് ഭയങ്കര ഒന്നാമത് എക്സസൈസൊക്കെ ചെയ്ത് പെരുക്കി വെച്ചിരിക്കുന്ന ശരീരമാണല്ലോ. അദ്ദേഹം മേശപ്പുറത്ത് ഇടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക കൂടി അപഹരിച്ചാൽ അമ്മ എങ്ങനെ മുന്നോട്ട് പോകും എന്നായിരുന്നു അനൂപ് ചന്ദ്രൻ്റെ ചോദ്യം. സിൽബന്തി എന്നാൽ നമുക്കറിയാലോ, സിൽബന്തികളെന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടു നടക്കുന്ന പരിചാരകരായും സുഹൃത്തുക്കളുമായിട്ടോ കൊണ്ടു നടക്കുന്ന എർത്തുകളായിട്ടോ കൊണ്ടു നടക്കുന്നവരെയാണ് നമ്മൾ സിൽബന്തികളെന്ന് പറയാറ്. ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുന്നെങ്കിലും അൻസിബ ആ സിൽബന്തികളെന്ന് പറഞ്ഞതിൽ എന്തോ ഒരു അശ്ലീല വാക്ക്, എന്തോ മോശം വാക്കുണ്ടെന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. I+U+ എന്ന തരത്തിൽ എല്ലാം കാണുന്ന ആളാണ് താനെന്നും അനൂപ് ചന്ദ്രൻ പറയും. സിൽബന്തി എന്നാൽ കൂടെ നടക്കുന്നവർ, കൂടെ കൂടുന്നവർ എന്നും പറയാം എന്നാണ് അനൂപിനോട് എനിക്ക് പറയാനുള്ളത്. എതിരില്ലാതെയൊക്കെ തിരഞ്ഞെടുത്ത് വിജയശ്രീ ലാളിതയായ അൻസിബ അനൂപിനെതിരെ പരാതിയുമായി ഇനി മുമ്പോട്ട് പോകില്ലായിരിക്കാം. ഇതിനിടയിൽ അണ്ണാങ്കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞ കണക്ക് സരിതാ നായരും ഒരു പരാതിയുമായി എത്തി. തൻ്റെ അനാരോഗ്യവും അസുഖവും പരിഗണിച്ച് മോഹൻലാൽ കുറച്ച് തുക ബാബുരാജ് വശം എനിക്ക് തരാൻ കൊടുത്തു വിട്ടു എന്നും ആ തുക കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ജപ്തി ഒഴിവാക്കാനായി ബാബുരാജ് വകമാറ്റി ചെലവാക്കിയെന്നും ദുബായ് കേന്ദ്രീകരിച്ചും ബാബുരാജിൻ്റെ സാമ്പത്തിക തട്ടിപ്പുണ്ട് എന്നും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സരിതയും വച്ച് കാച്ചി. ഈ സരിതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. KFC-യിൽ 40 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാനുള്ളതിൻ്റെ പേപ്പറുകളും ഗൾഫിലെ എന്തൊക്കെയോ പേപ്പറുകളും ഒക്കെ സരിതാ നായർ പുറത്തുവിട്ടു. ചികിത്സാ ചെലവിന് കൊടുക്കത്തക്ക ബന്ധം സരിതയുമായി മോഹൻലാലിനുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള വലിയ തുകയൊക്കെ മറ്റൊരാൾ വശം കൊടുക്കുമോ? മറ്റൊരാൾ KFC-യിൽ ലോൺ എടുത്താൽ അതിൻ്റെ പേപ്പറൊക്കെ മൂന്നാമതൊരാൾക്ക് എങ്ങനെ കിട്ടും? കാരണം സരിത പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. മോഹൻലാലോ ബാബുരാജോ ഒന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നതേയില്ല. പകരം ആജീവനാന്ത രാജിവെച്ച് പോയി അമ്മയിൽ നിന്നും നമ്മുടെ ബാബുരാജ്. അപ്പോൾ അതാ വരുന്നു അതിൻ്റെ 100 ഇരട്ടിയുള്ള മറ്റൊരു ബോംബ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വേവിൽ നാസർ ലത്തീഫ് എന്ന നടൻ ജയൻ ചേർത്തലയെ വിളിച്ച് ജയിച്ച പെണ്ണുങ്ങളുടെ ക്വാളിറ്റി പറയുന്ന നല്ല ഒന്നാന്തരം വോയിസ് മെസ്സേജാണ് പുറത്തു വന്നത്. ഈ തോൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമം തോന്നും. ഞാൻ ഇതുവരെ തോൽക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ പൊങ്ങച്ചം പറയുകയല്ല. മാക്ടയിലായാലും ഫെഫ്കയിലായാലും മാക്ട ഫെഡറേഷനിലായാലും ഞാൻ ഒരിടത്തും ഇലക്ഷനിൽ തോറ്റിട്ടില്ല, എല്ലായിടത്തും ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കമലും സിബിമലയിലും ഒക്കെ ഉള്ള കേമധു ചെയർമാനായിട്ടും കമൽ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു പാനൽ മാക്ട ഫെഡറേഷനിൽ മത്സരിച്ചു. അവരോടൊപ്പമായിരുന്നു ഞാൻ. മറുവശത്ത് അറിയാമല്ലോ ആളുകളെ, മാക്ട ഫെഡറേഷൻ ഉണ്ടാക്കിയ മറ്റേ റോസ് പൗഡറും വിഗുമൊക്കെ വെച്ച് കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുന്ന മാന്യനായ മനുഷ്യൻ മറുവശത്ത് കള്ള മെമ്പർഷിപ്പൊക്കെ ചേർത്ത് ചളകുളമാക്കി ഇലക്ഷൻ നടത്തി. അതിൽ ജോസ് തോമസും കമലും തോറ്റു ഞങ്ങളുടെ പാനലിൽ നിന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പാവം
കമൽ എന്നെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മത്സരിക്കരുത് എന്ന് എന്നോട് ഭാര്യ ചട്ടം കെട്ടിയതാണ് ദിനേശേ. പക്ഷേ ഞാൻ മത്സരിച്ചു, ഞാൻ തോറ്റു, ദിനേശൊക്കെ ജയിച്ചു. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെ ഒരു മുന്നോടിയാണ് തോൽവി എന്ന് വിചാരിക്കേണ്ടത്, എങ്ങനെയാണോ കാണേണ്ടത്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ജയിച്ചതുകൊണ്ട് ദിനേശിനത് പറയാം എന്നൊക്കെ പറഞ്ഞ് പാവം കമൽ അന്ന് ഒരുപാട് വിഷമിച്ചു, കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനുകളിൽ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകാം. നാസർ ലത്തീഫിനും അങ്ങനെ ആയിരിക്കും ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് ജയൻ അയച്ചത്. ഞാൻ ആ വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനത് ഇവിടെ ഇട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ തെറി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ബീപ്പിട്ടാൽ നിങ്ങൾ ഈ വോയിസ് മെസ്സേജ് കേട്ടാൽ മൊത്തം ഇങ്ങനെ ബീപ്പ് മാത്രമേ കേൾക്കാൻ പറ്റൂ, അത്ര തെറിയാണ്. ഞാൻ നാസർ ലത്തീഫിൻ്റെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ ആ ഓഡിയോ കേൾപ്പിക്കുന്നില്ല, അതൊരു മര്യാദയല്ല. ഏതൊക്കെ ചാനലുകാർ കാണിച്ചു എന്ന് തോന്നുന്നത്, ഞാൻ കേൾപ്പിക്കുന്നില്ല എന്തായാലും. കാരണം ബീപ്പ് മാത്രമേ ഉണ്ടാവൂ. പറഞ്ഞ പോലെ അങ്ങ് ഇട്ടാൽ നമ്മുടെ ചാനലിൻ്റെ മാന്യത പോവും, അതാണ് അവസ്ഥ. അത്രയും നിലവാരമില്ലാത്ത തെറിയാണ് പറയുന്നത്. ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ ഒരു നടിയൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ ചിലപ്പം നാസർ ലത്തീഫ് ഒരുപാട് കാലം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. എനിക്ക് നാസർ ലത്തീഫിനെ അറിയാം, ഒരു പാവം നല്ല മനുഷ്യനാണ്. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ശകലം പൊങ്ങച്ചമടിക്കും എന്നുള്ളൊരു പ്രശ്നമല്ലാതെ അതിനപ്പുറം ആശാൻ ഭരണിപ്പാട്ടിനും അപ്പുറം തെറി വിളിക്കാൻ അഗ്രഗണ്യനാണെന്ന് അറിഞ്ഞപ്പോൾ സത്യമായി ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. നാസർ ലത്തീഫിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു. സഹപ്രവർത്തകരെയൊക്കെ ഇങ്ങനെ തെറി പറയുന്ന ആളാണ് നാസർ ലത്തീഫ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നിട്ടിപ്പോൾ പറയുന്നത് ഈ ഓഡിയോ കേൾപ്പിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കും എന്ന വിചിത്രമായ ന്യായമാണ് പറഞ്ഞത്. അതെന്ത് ലത്തീഫേ കേസ് കൊടുക്കണേ? നിങ്ങൾ പറഞ്ഞ ഓഡിയോ, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത ഓഡിയോ, ആ ഓഡിയോ പുറത്തു വിട്ടവൻ്റെ പേര് കേസ് കൊടുക്കും, അല്ലെങ്കിൽ അത് കേട്ടവൻ്റെ പേര് കേസ് കൊടുക്കുമെന്നൊന്നും പറയരുത്, മണ്ടത്തരമാണ്. സ്ഥാനമാനങ്ങൾ ചില പ്രത്യേക ജോലി ചെയ്യുന്നവർക്കേ ഉള്ളോ എന്നാണ് നാസർ ലത്തീഫ് ദേഷ്യത്തോടെ ജയൻ ചേർത്തലോട് ചോദിക്കുന്നത്. ചില ജോലികളെന്ന് പറയുന്നിടത്താണ് മുട്ടൻ തെറിയുള്ളത്. കേൾക്കുന്നവർക്ക് തോന്നും ജയനിപ്പോൾ ഈ പണിയുണ്ടെന്ന്, ഈ ചേർത്തല ജയന് ഈ പണിയുണ്ടോ എന്ന് തോന്നും അത് കേൾക്കും. എന്താ ബ്രദർ, ഇതാണോ സിനിമ? ഇതാണോ അമ്മ? എന്ത് കോപ്പ്? ഇങ്ങനെയാണോ കാര്യങ്ങൾ? ഭയങ്കര ക്ഷോഭത്തോടെയാണ് നാസർ ലത്തീഫ് ചോദിക്കുന്നത്. നമ്മളൊക്കെ വളരെ റെസ്പെക്റ്റ് പുള്ളിയായി ജീവിച്ച് പോകുന്നവരാണെന്ന് നാസർ ലത്തീഫ് സ്വയം പറയുന്നു. റെസ്പെക്റ്റായിട്ട് ജീവിച്ച് പോകണമെന്ന് പറഞ്ഞാൽ മതിയാ, തെറി വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ നല്ല റെസ്പെക്റ്റോടെ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നിട്ട് വായിൽ വരുന്നത് വികട സരസ്വതിയാണ്. 2 പടം ഹിറ്റാവുമ്പോൾ ഇന്നലെയും ഇന്നും കയറി വന്നവന്മാർ വലിയ മറ്റവന്മാരായോ എന്നാണ് നാസർ ലത്തീഫ് ചോദിക്കുന്നത്. ആവും ലത്തീഫെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പോസ്റ്ററിലൊരു തല വച്ചാൽ നിങ്ങളെ കാണാനായിട്ട് തിയേറ്ററിൽ കയറാവുന്ന ജനപിന്തുണ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മലയാള സിനിമയിൽ വലിയവനാവും. അതാവാൻ പറ്റാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാസർ ലത്തീഫ്. അങ്ങനെയാണ് സിനിമ. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചെറിയ എന്തോ അസുഖബാധിതനായി മദ്രാസിൽ ഫ്ലാറ്റിൽ കഴിഞ്ഞ് മദ്രാസിൽ ട്രീറ്റ് ചെയ്യുന്ന മമ്മൂക്കയെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്? പ്രശസ്തിയിൽ നിൽക്കണം, ലൈവിൽ നിൽക്കണം, എങ്കിലേ വിലയുള്ളൂ. അത് നാസർ ലത്തീഫിനെ അറിയില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെയാണോ അമ്മ ചെയ്യേണ്ടത് എന്നാണ് നാസർ ലത്തീഫിൻ്റെ സംശയം. അമ്മയ്ക്ക് കളക്ടറും കമ്മീഷണറും ഓർഡിനറിയായ പിച്ചക്കാരനുമെല്ലാം അമ്മയുടെ മക്കളായി കാണാൻ കഴിയണം. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടൻ തെറി മോന്മാർ മാത്രമല്ല മക്കൾ. അത് മനസ്സിലാക്കണം. ആദ്യം സ്ഥാനമാനങ്ങൾ ഒരു പ്രത്യേക പിടിക്കാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തൻ്റെ ചോദ്യം നാസർ ലത്തീഫ് അവസാനിപ്പിക്കുന്നത്. സുരേഷ് ഗോപി പറയും പോലെ ഒരു 100 ഷിറ്റ് പറഞ്ഞിട്ടാണ് നാസർ ലത്തീഫ് ഈ ഓഡിയോ അവസാനിപ്പിക്കുന്നത്. ജയൻ ചേർത്തലയ്ക്ക് തടിയും പൊക്കവും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നാസർ ലത്തീഫ് ജയൻ ചേർത്തലയെ ജ്യൂസ് അടിച്ചെന്ന് തോന്നി. അത്രയ്ക്ക് ദേഷ്യമാണ് ജയനോട് കാണിക്കുന്നത്. ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള നാസർ ലത്തീഫ് ഇങ്ങനെ വയലൻ്റ് ആകുമോ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞ ഒരു കമൻറ്റാണ്. ലക്ഷ്മി എന്ന് കരുതിയിരുന്ന ഒരു പെണ്ണുമ്പിള്ള ഭദ്രകാളിയായത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് പ്രശസ്തമായ. നാസർ ലത്തീഫിൻ്റെ ഓഡിയോ ശരിക്കും എന്നെ പേടിപ്പെടുത്തി കളഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും ഫീലോടെ നാസർ ലത്തീഫ് ഇതുവരെ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഓഡിയോ കഴിഞ്ഞ അമ്മ തിരഞ്ഞെടുപ്പിൽ തോറ്റ ഫീലിങ്ങിൽ നാസർ ലത്തീഫ് അയച്ചതാണ്. ഒരു മാനുഷിക പരിഗണന കൊടുക്കാം.
ജയൻ ആ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ജയിച്ചിരുന്നു. നാസറിന് ജയൻ മറുപടി കൊടുത്തോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നാസർ ലത്തീഫ് ഇത്തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ജയൻ ചേർത്തലയും ഇതേ പോസ്റ്റിൽ മത്സരിക്കുന്നു, കൂടെ നടി ലക്ഷ്മിപ്രിയ. ഈ സമയത്ത് മാസങ്ങൾക്ക് മുമ്പ് ആത്മരോഷം തോന്നിയപ്പോൾ ചേർത്തല ജയൻ അയച്ച ഓഡിയോ വോയിസ് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നാസർ ലത്തീഫിന് അത് ദോഷം ചെയ്യും. സ്വാഭാവികമായും ജയനെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വോയിസ് മെസ്സേജായി പുറത്തു വരുമ്പോൾ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണല്ലോ എന്ന് പറയും പോലെയാണ് കാര്യങ്ങൾ. നടികളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും നടി ഇനിയിപ്പോൾ നാസർ ലത്തീഫിന് വോട്ട് ചെയ്യൂ? ജയനാണ് ഈ ഓഡിയോ പുറത്തു വിട്ടതെന്ന് ആരും സംശയിക്കും. നാസർ ലത്തീഫും സംശയിച്ചു. ഇപ്പോഴിതാ നാസറിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. കണ്ടു നോക്കൂ, കേട്ടു നോക്കൂ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ നാസർ ലത്തീഫ്. ഇന്ന് എനിക്ക് വളരെ ഒരു ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ്. സന്തോഷമുണ്ട്, എൻ്റെ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു, ഇപ്പോഴും അറിയിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനായി കരുതുന്ന ജയൻ ചേർത്തല, എൻ്റെ ഒരു സുഹൃത്തും വളരെ അടുത്ത ഒരു സഹപാഠിയുമായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് സൂക്ഷിക്കുന്ന ജയൻ ചേർത്തലയ്ക്ക് ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ഏതോ ഒരു മാനസികാവസ്ഥ വിഷമത്തിൽ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ എടുത്ത് വലിയ രീതി ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പുറത്തേക്ക് ഇറക്കി. എന്തിനാണിത്? ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അങ്ങനെ ഇറക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്രയേ ക്ലിപ്സ് ഇരിപ്പുണ്ട്. ഞാൻ അതൊക്കെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളാവും അമ്മയ്ക്കകത്ത്. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. ഇതൊക്കെ വിശ്വാസവഞ്ചന. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. വിശ്വാസവഞ്ചനയാണ്. നമ്മൾ ഒരു സുഹൃത്തിന് വിശ്വസിച്ച ഒരു കാര്യം അയക്കുമ്പോൾ അത് പുറത്തേക്ക്, അത് ഒരു വർഷം മുമ്പത്തെ ഒരു കാര്യം സൂക്ഷിച്ചു വെച്ച് ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ ആവുന്ന ദിവസം അതെടുത്ത് വൈറലാക്കി എല്ലാ ചാനലുകാർക്കും കൊടുത്ത് നമ്മളെ ഒരുമാതിരി ചീപ്പാക്കുന്ന ഒരു പരിപാടി. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്ത് നേടാനാണ്? എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു തരാം. ഇപ്പോഴും ഞാൻ തയ്യാറാണ്. എനിക്ക് അമ്മയ്ക്കകത്ത് വന്നിരുന്ന് ഒന്നും നേടാനില്ല. ഞാൻ അതിനു വേണ്ടിയല്ല, സത്യസന്ധമായി ദൈവം സാക്ഷി, അതിനു വേണ്ടിയല്ല കേട്ടോ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്യാനൊരു ആഗ്രഹം തോന്നി, അതിനുവേണ്ടി മാത്രമാണ്. ഇപ്പോഴും ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇതിന്ന് മാറിത്തരാം. എനിക്ക് സന്തോഷമാണ്. എൻ്റെ അനുജത്തിയെ പോലെ ഞാൻ കരുതുന്ന ലക്ഷ്മിപ്രിയയും എൻ്റെ അനുജനെ പോലെ കരുതുന്ന ജയൻ ചേർത്തലയും വന്നിരുന്നോട്ടെ ആ കസാരയിൽ, അവർ ഭരിച്ചോട്ടെ. എനിക്കിതിനകത്ത് ഒരു നിർബന്ധവുമില്ല. എന്നാൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനു ദ്രോഹിക്കണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു വർഷം മുമ്പ് എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു മാനസിക വിഷമം തോന്നിയ സമയത്ത് അയച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഇപ്പം ഈ നേരത്ത് വിശ്വാസവഞ്ചനയല്ലേ ഇത് വിശ്വാസവഞ്ചനയല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം? എനിക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സത്യസന്ധത നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ വോട്ടിടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി തോന്നുന്ന ആർക്കും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. നമ്മുടെ ആവശ്യം, നമ്മളെല്ലാവരുടെയും ആവശ്യം, അമ്മ എന്ന സംഘടന നന്നായിട്ട് മുന്നോട്ട് പോകണം. അതിൽ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവണം. ഇത് മാത്രമേ നമ്മുടെ എല്ലാവരുടെയും ചിന്തയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. മാനസികമായിട്ട് വിഷമമുണ്ട്, അത്രയും വിഷമമുണ്ട്. എനിവേ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരെയും, ഈ ചെയ്തവരെയും ദൈവം നന്നാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇത്ര കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്ത ഒരാളല്ല. ഒരാളോടും ചെയ്തിട്ടില്ല. ലോകത്ത് എന്താ, മനുഷ്യർ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പം എന്തെങ്കിലും വാചകങ്ങൾ വായിന്ന് വന്നു പോവില്ലേ? ഇതൊക്കെ ആദ്യമായിട്ടാണോ? അല്ലാണ്ട് ഞാനൊന്നും കൈയിട്ട് വാരിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുള്ള ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കണേ? എന്തിനാണ് എന്നെ കുരിശി കയറ്റണേ? എനിവേ, സോറി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കേട്ടല്ലോ, നോമിനേഷൻ സ്വീകരിച്ചതിൽ സന്തോഷവും തൻ്റെ വോയിസ് പുറത്തുവിട്ടതിൽ ദുഃഖവും നാസർ ലത്തീഫ് പ്രകടിപ്പിക്കുന്നു. എൻ്റെ സഹോദരനും സഹപാഠിയായിരുന്നു എനിക്ക് തോന്നില്ല. അത് ഒരു കൊഴുപ്പിന് വേണ്ടി പറഞ്ഞാണെന്ന് തോന്നുന്നു. ജയൻ ചേർത്തലയ്ക്ക്
ഒരു വർഷം മുമ്പ് എൻ്റെ മാനസികാവസ്ഥയിൽ അയച്ചിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇലക്ഷൻ സ്റ്റണ്ടായി പുറത്തു വന്നിരിക്കുന്നു. ഇത്തരം ഒരുപാട് ക്ലിപ്പിങ്സ് എൻ്റെ പക്കലുണ്ട്. അത് തന്നെ ഒരു മോശമല്ലേ നാസർ ലത്തീഫേ? നിങ്ങളെല്ലാം ഇങ്ങനെ ഈ തെറി ഓഡിയോ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നതാണ്. ഒരു കുട്ട മെസ്സേജ് എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്, വേറെ ആരൊക്കെ അയച്ചത്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ വലിയ വിവാദങ്ങളാവും അമ്മയ്ക്കകത്ത്. ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല. വിശ്വാസവഞ്ചനയാണിത്. ഒരു വർഷം മുമ്പ് അയച്ചത് സൂക്ഷിച്ചു വച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് അതെടുത്ത് വൈറലാക്കി എല്ലാ ചാനലുകൾക്കും കൊടുത്ത് നമ്മളെ ചീപ്പാക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ് നാസർ ലത്തീഫ് പറയുന്നത്. അത് അയച്ചപ്പോഴും കൂടി, ആ വോയിസ് മെസ്സേജ് എടുത്ത് അയച്ചപ്പോഴും കൂടി നാസർ ലത്തീഫ് ആലോചിക്കണമായിരുന്നു, ഞാൻ ഈ ചെയ്യുന്നതും ചീപ്പല്ലേ എന്ന്. ഇല്ലേ? മുട്ടം തെറി, അറയ്ക്കുന്ന തെറിയാണ് പറയുന്നത്. എന്തിനാണ്? എന്തു നേടാനാണ്? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരാം. എനിക്ക് അമ്മയ്ക്കകത്ത് വന്നിരുന്ന് ഒന്നും നേടാനില്ല. അതിനു വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത്. എന്തെങ്കിലും സൽപ്രവൃത്തികൾ അമ്മയ്ക്കായി ചെയ്യാൻ തോന്നി, അതിന് മാത്രമാണ് ഏതു നിമിഷവും ഞാൻ മാറിത്തരാം. എൻ്റെ അനുജത്തിയെപ്പോലെ കരുതുന്ന ലക്ഷ്മിപ്രിയയും എൻ്റെ അനുജനായ ജയൻ ചേർത്തലയും അവിടെ ഇരുന്നോട്ടെ, ആ കസേരയിൽ അവർ ഭരിക്കട്ടെ. അപ്പോൾ തോൽവി അങ്ങ് സമ്മതിക്കുകയാണ് പുള്ളി. എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു വർഷം മുമ്പ് എന്തോ മാനസിക വിഷമം തോന്നിയപ്പോൾ പറഞ്ഞ സമയത്ത്, പറഞ്ഞ സമയത്ത് പറഞ്ഞ ഓഡിയോ ഈ സമയത്ത് പുറത്തു വിടുന്നത് വിശ്വാസവഞ്ചനയല്ലേ എന്നാണ്, കേട്ടല്ലോ, നാസർ ലത്തീഫ് കേൾക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ സത്യസന്ധത നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ നിങ്ങൾ വോട്ടിടുക, അല്ലെങ്കിൽ മറ്റ് രണ്ടുപേർക്കും വോട്ടിടുക. അമ്മ എന്ന സംഘടന നന്നായി മുന്നോട്ട് പോകണം. മാനസികമായി എനിക്ക് അത്രയും വിഷമമുണ്ട്. എനിവേ, ഗോഡ് ബ്ലസ് യു ആൾ എന്ന് പറഞ്ഞാണ് എല്ലാവരെയും, ഈ ചെയ്തവരെയും ദൈവം നന്നാക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിനുള്ളിൽ ഇങ്ങനെ ഒന്നും ചെയ്ത ആളല്ല ഞാൻ. ആരോടും ചെയ്തിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൈയിട്ട് വാരിയിട്ടുമില്ല. എന്തിനാണ് എന്നെ കുരിശിൽ കയറ്റുന്നതെന്നാണ് പാവം നാസർ ലത്തീഫ് കേൾക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ അയാൾ പറയുന്ന, എനിക്ക് മദ്യപിക്കുമെന്ന് എനിക്കറിയില്ല, മദ്യപിക്കാതെ അത്തരം തെറികൾ പറയാൻ കഴിയില്ല. അത്രയും തരം താണ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആ ഓഡിയോ കേൾക്കുന്ന ഒരു സ്ത്രീ അഭിനേതാവും നാസർ ലത്തീഫിന് വോട്ട് കൊടുക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം. അത്ര മോശമായിട്ടാണ് നടികളെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന് മറുപടിയായി ജയൻ ചേർത്തല പറയുന്ന ഒരു ഓഡിയോ കേൾപ്പിക്കാം. നമസ്കാരം. ഇന്ന് അമ്മ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി അനൗൺസ്മെൻ്റ് ആയിരുന്നു, എല്ലാവർക്കും അറിയാം. ഇന്ന് വൈകിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന നാസർ ലത്തീഫിക്കയുടെ ശബ്ദത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങുകയുണ്ടായി. അതിൽ ജയ എന്ന് വിളിച്ചിട്ടാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. അതിനകത്തെ മാറ്ററൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഒരു വർഷം മുമ്പ് പുള്ളി പറഞ്ഞതാണെന്ന് പുള്ളി തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഇത് സത്യം പറയുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് നിരപരാധിയാണ്. ഞാനിത് ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് വൈറലാക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ എൻ്റെ മൊബൈലിൽ ആ ക്ലിപ്പില്ല. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയാണ്, ഞാൻ ചെയ്തിട്ടില്ല ആ വൃത്തികേട് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അയച്ചു തന്ന നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും അത് ആരാണ് അപ്ലോഡ് ചെയ്തതെന്നുള്ളത്. അതറിയാൻ സാധിക്കുമല്ലോ ടെക്നിക്കൽ പരമായിട്ട്. പക്ഷേ ഞാനിതിട്ടു, ഞാനാണിത് വൈറലാക്കിയതെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ആരോപണം വരുന്നുണ്ട്. പലരും എന്നോട് സംശയത്തിൻ്റെ പേര് ചോദിച്ചു. അത് വളരെ ദുഃഖകരമാണ്. ഞാൻ ഒന്ന് നിങ്ങളെ സാക്ഷി നിർത്തി സത്യം പറയുകയാണ്. ഇത് ഞാനാണ് ഇട്ടത്, ഞാനാണ് വൈറലാക്കിയെന്ന് എവിടെയെങ്കിലും ഒരു കണിക, ഒരു രേഖ ആരെങ്കിലും ഹാജരാക്കാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സ്ഥാനമില്ലല്ലോ, ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ്. എല്ലാത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കാം. ഞാൻ ഒരു അധികാര സ്ഥാനത്തോട്ടും പറ്റില്ല. ഞാൻ സത്യം ചെയ്യാണ്, നിങ്ങളെ സാക്ഷി നിർത്തി, ഓരോരുത്തരെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യാണ്. ഇത് ഞാനാണ് പോസ്റ്റ് ചെയ്തത്, ഞാനാണ് വൈറലാക്കിയെന്ന് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ, അതിനുള്ള വഴിയുണ്ടല്ലോ തെളിയിക്കാമെന്നുണ്ടെങ്കിൽ, ഞാൻ അന്ന് ഈ അമ്മയുടെ എല്ലാ സ്ഥാനത്തുനിന്നും ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ്. ഞാൻ ഇനി മേൽ അത് തെളിയിച്ചാൽ പിന്നെ ഇലക്ഷനോ ഒന്നിനും ഞാൻ അമ്മയുടെ ഒരു കാര്യത്തിന് ഞാൻ മുന്നോട്ട് പറ്റില്ല. ഞാൻ നിങ്ങളെ എൻ്റെ അമ്മയെ സാക്ഷി നിർത്തി പറയുകയാണ്, ഞാൻ ഈ വൃത്തികേട് കാണിച്ചിട്ടില്ല. ഞാനൊക്കെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ, കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ നിന്ന് ജയിച്ചതാണ്. ഞാൻ ഒരു വൃത്തികേടും കാണിക്കാതെ ജയിച്ചു വന്നയാളാണ്. അത് പ്രബലർക്കെതിരെ നിന്നാണ് ജയിച്ചത്. ഇത്തവണ ഞാൻ ഇവർക്കെതിരെ മത്സരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നാസർ ലത്തീഫിക്കായിട്ട് ഇപ്പോൾ അടുത്തൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവുമില്ല. പക്ഷേ
ഞാൻ സത്യം ചെയ്യാണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. ആ ഓഡിയോ ക്ലിപ്പ് എന്നിൽ നിന്ന് പോയതല്ല. ഇക്ക ഒന്ന് ഓർത്താൽ കൊള്ളാം. ആ ഓഡിയോ ക്ലിപ്പ് എനിക്ക് മാത്രമേ അയച്ചുള്ളൂ. ഇക്ക ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. 1 വർഷം മുമ്പ് അത് വേറെ 1-2 പേർക്ക് കൂടെ അയച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതവരുമായിട്ട് ആലോചിച്ചിട്ട് ഇക്ക കണ്ടുപിടിക്കട്ടെ. പക്ഷേ എന്നെ ദയവ് ചെയ്ത് ഇതിൽ പ്രതിയാക്കാൻ ശ്രമിക്കരുത്. ഞാൻ നിരപരാധിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനത് ചെയ്യില്ല. അങ്ങനത്തെ വൃത്തികേട് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയാണ്, ഞാൻ ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ആ ചതിവ് ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ, ജയൻ പറയുന്നത് കേട്ടില്ലേ? അമ്മയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഇന്ന് വൈകിട്ട് അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വൈസ് പ്രസിഡൻ്റായി മത്സരിക്കുന്ന നാസർ ലത്തീഫ് ഇക്കയുടെ, ഇക്ക എന്നാണ് അയാൾ വിളിക്കുന്നത്, ശബ്ദത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. അതിൽ ജയ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫോണിൽ വിളിക്കുകയല്ല ചെയ്തത്, ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനകത്തെ മാറ്ററൊന്നും ഞാൻ പറയില്ല. ഇത് 1 വർഷം മുമ്പ് പുള്ളി പറഞ്ഞതാണെന്ന് പുള്ളി തന്നെ പറയുന്നു. സത്യം പറയുകയാണ്, ഞാൻ ആർക്കും ഇത് ഇട്ടുകൊടുത്തിട്ടില്ല. ഇത് വൈറലാക്കുവാനോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനോ എൻ്റെ മൊബൈലിൽ ആ ക്ലിപ്പില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയെയാണ്. ഞാൻ എൻ്റെ അമ്മയെ തൊട്ട് സത്യം ചെയ്യുന്നു, ഞാനത് ചെയ്തിട്ടില്ല. അത് വൃത്തികേടാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കത് അയച്ചു തന്നത് ഏത് ഫോണിൽ നിന്ന് എന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാനാണ് ഇട്ടതെന്ന്, വൈറലാക്കിയതെന്ന് എവിടെയെങ്കിലും ഒരു കണിക, ഒരു രേഖ ഹാജരാക്കിയാൽ ഞാൻ അന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്ഥാനമൊന്നും ഇല്ലല്ലോ. മത്സരത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു അധികാര സ്ഥാനത്തേക്കും വരില്ല. ഞാനാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഈ അമ്മയുടെ എല്ലാ സ്ഥാനത്തു നിന്നും ഞാൻ മാറി നിൽക്കാം. അത് തെളിയിച്ചാൽ മേലിൽ അമ്മയുടെ ഒരു പോസ്റ്റിലും ഞാൻ നിൽക്കില്ല. ഞാൻ ഈ വൃത്തികേട് കാണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പല പ്രബലർക്കും എതിരെ മത്സരിച്ചാണ് ഞാൻ ജയിച്ചത്. ഞാൻ നിരപരാധിയാണ്. ഇക്ക ഒന്ന് ഓർത്താൽ കൊള്ളാം. ആ ഓഡിയോ ക്ലിപ്പ് 1 വർഷം മുമ്പ് എനിക്ക് മാത്രമേ അയച്ചുള്ളൂ എന്ന് ഇക്ക ഓർത്ത് നോക്ക് എന്നാണ് ലത്തീഫിനോട് ജയൻ പറയുന്നത്. വേറെ ചിലർക്കും ഇക്ക അത് അയച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെ ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ പ്രതിയാക്കരുത് എന്നാണ് ജയൻ പറയുന്നത്. മിക്കവാറും ശരിയായിരിക്കാം. കാരണം ഇങ്ങനെ ജയനെ മാത്രമാണെങ്കിൽ ഫോണിലല്ലേ വിളിക്കൂ. ഇദ്ദേഹം ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈ തോറ്റ വിഷമത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കുറേ പേർക്ക് അങ്ങ് അയച്ചു കാണും. ഇതിൽ ആരോ ഒരുത്തനാണ് ഇപ്പോൾ നാസർ ലത്തീഫിന് ഒരു പണി കൊടുത്തത്. പക്ഷേ ചെന്ന് കൊണ്ടത് ജയനായിപ്പോയി. വിഴുപ്പിലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണ് എന്ന് കത്തെഴുതിയാണ് 8 വർഷം അമ്മയ്ക്കായി പ്രവർത്തിച്ച ബാബുരാജ് പുറത്തേക്ക് പോയത്. ഉഷാ ഹസിനിയുടെ ഒരു വീഡിയോയും ഒരു എറണാകുളത്തൊരു സിനിമാക്കാരൻ മുഴുവൻ അടക്കി ഭരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന ഉത്തരം താങ്ങുന്ന ഗൗളിയെ പോലെ ഒരു ചാനലുകാരുണ്ടല്ലോ, അയാളുടെയും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കുക്കു വിശദീകരണമായി എത്തി. കുക്കു പരമേശ്വരൻ അവർ മനോരമ ചാനലിൽ പറഞ്ഞത് 2006-2018 വരെ, 2006 മുതൽ 2018 വരെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഞാൻ. എൻ്റെ പേര് പറഞ്ഞ് ഉഷ പറഞ്ഞപ്പോഴാണ് എന്നെപ്പറ്റിയാണ് പറഞ്ഞ് പരത്തുന്നതെന്ന് മനസ്സിലായത്. ഉഷ പറയുന്ന ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഞാനന്ന് കമ്മിറ്റിയിലില്ല. KPS ലളിത, മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു എന്നിവരായിരുന്നു ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിലേക്ക് കമ്മിറ്റിക്കായി എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുന്നു. 12 പേർ ഉണ്ടായിരുന്നു. വർത്തമാനം തുടങ്ങാൻ ലളിത ചേച്ചി എന്നോട് പറഞ്ഞു. വർത്തമാനം പറയാൻ ഇഷ്ടമുള്ളതിനാൽ ഞാൻ ആദ്യം സംസാരിക്കുന്നു. എല്ലാവരും എല്ലാം തുറന്നു പറയുന്നു. മൈക്കോ ലേപ്പൽ മൈക്കോ ഒന്നും വയ്ക്കാതെ 2018 അത് എങ്ങനെ റെക്കോർഡ് ചെയ്യാനെന്ന് എനിക്കറിയില്ല. അമ്മ അറിഞ്ഞിട്ടാണ് ചെയ്തത്. ക്യാമറയിലെ ക്യാമറയിലെ മെമ്മറി കാർഡ്, ദൂരെ ഒരു ക്യാമറ ഇരുന്നിരുന്നു. അതിലെ മെമ്മറി കാർഡ് ലളിത ചേച്ചി വാങ്ങിച്ചു. അവർ മരിച്ചുപോയി എങ്കിലും ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന പൊന്നമ്മ ബാബുവും മഞ്ജു പിള്ളയും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവരോട് ചോദിക്കൂ എന്നാണ് കുക്കു പരമേശ്വരനെതിരെ ഒരു 12 പെണ്ണുങ്ങളുടെ ഉള്ളറ രഹസ്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്ത് കുക്കു പരമേശ്വരൻ കൊണ്ടുപോയി കളഞ്ഞെന്നാണ് ഇപ്പോൾ കുക്കുവിൻ്റെ എതിർ ടീമുകൾ, ആളുകളെയൊക്കെ എനിക്കറിയാം, പറഞ്ഞു പരത്തുന്നത്. അതിന് മറുപടിയാണ് കുക്കു പറഞ്ഞിരിക്കുന്നത്. 2018 നടന്ന കാര്യം 2025 പൊങ്ങി വരണമെങ്കിൽ അതിന് ഞാനൊരു കാര്യമേ കാണുന്നുള്ളൂ. ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുന്നു. അതിനാലാണ് ഈ വിവാദം. ഇല്ലെങ്കിൽ ആർക്കും
ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പബ്ലിക് ഷെയറിംഗ് അല്ലാത്ത കാര്യം പബ്ലിക്കാക്കുന്നു എന്നാണ് കുക്കു പറയുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്. നിങ്ങളെന്ന് അമ്മയിലെ ഒരാൾ പെണ്ണുങ്ങൾക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തു എന്നാണ് ഈ ഞാൻ പറഞ്ഞ എറണാകുളത്ത് ഈ സിനിമയുടെ മൊത്തം താങ്ങി നിർത്തുന്നു എന്ന് വിചാരിക്കുന്ന ഏത് കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു ചാനലുകാരൻ പറയുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് സ്ത്രീകളെന്ന് അമ്മയിലെ ഒരാണ് ഭീഷണിപ്പെടുത്തി എന്നാണ് ഒരു സ്റ്റോറി. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അമ്മ ജപ്തി ഭീഷണിയിൽ ഒരു ദിവസം നോക്കുമ്പം അമ്മയ്ക്ക് കടം കയറി GST ഒന്നും അടയ്ക്കാതെ അമ്മ ജപ്തി ചെയ്ത് കെട്ടിടം GST കൊണ്ടുപോകാൻ പോവുകയാണ്, കേന്ദ്ര സർക്കാർ കൊണ്ടുപോകാൻ പോകണമെന്ന് ഒരു എപ്പിസോഡ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യാം. ഏത് ജപ്തിയെക്കുറിച്ചാണ് പറയണമെന്ന് എനിക്കറിയില്ല. ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട അവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ആരൊരുങ്ങുന്നു ഓഡിയോ പുറത്തുവിട്ടതിൻ്റെ പേരിൽ നടപടിക്ക്? നാസർ ലത്തീഫ് നിയമ നടപടിക്കൊന്നും പോകുന്നില്ല. അനൂപ് ചന്ദ്രനെതിരെ ഇലക്ഷൻ സബ് കമ്മിറ്റിക്ക് പരാതി അറിയിച്ചു അൻസിബ, ഒരു സ്റ്റോറി. അംഗങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നു, ഒരു സ്റ്റോറി. അമ്മ തിരഞ്ഞെടുപ്പ് തനിക്കെതിരെ ഭീഷണി ദേവൻ, ഒരു സ്റ്റോറി. വിവാദം ഉണ്ടാക്കുന്നവർ താരസംഘടനയെ നാണം കെടുത്തുന്നു ഉഷ എന്ന് പറഞ്ഞ് ഉഷയുടെ അഭിമുഖം, ഒരു സ്റ്റോറി. ഇങ്ങനെ ദിവസം 5ഉം 10ഉം എപ്പിസോഡുകൾ വിട്ട് ഞാൻ പറഞ്ഞ ഈ ചാനലുകാരൻ അമ്മയെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അമ്മക്കാർക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ജനറൽ ബോഡി യോഗം സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് ഏതെങ്കിലും മനുഷ്യർ വിൽക്കുമോ? അങ്ങനെ ഈ പറയുന്ന ചാനലുകാരന് വിറ്റയിടം മുതലാണ് ഈ അമ്മയെ കയറി ഭരിക്കാൻ തുടങ്ങിയത്. അമ്മയുടെ ചെയർമാനല്ല, അതിൻ്റെയും അപ്പർ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടത്. ഇദ്ദേഹം ഭയങ്കര സംഭവം എന്നാണ് പറയണത്. എവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാം അതുണ്ടാക്കും. ഇടയ്ക്കൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഉഷയെ വെച്ച് അമ്മയിൽ കാവി പിടിമുറുക്കുന്നു. ആലോചിച്ച് നോക്കുന്നേ, കലാകാരന്മാരെങ്കിലും വെറുതെ വിടണ്ടേ. അമ്മയിൽ കാവി പിടിമുറുക്കുന്നു ഉഷ എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്. ഇങ്ങനെ നിരന്തരമായി അമ്മയ്ക്കെതിരെ ക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആര് ഭരണത്തിൽ വന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനടക്കമുള്ള ഒരു യൂട്യൂബ് ചാനലിനെയും മച്ചമ്പി എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കരുത്. അളിയാ വാ എന്ന് പറഞ്ഞ് വിളിച്ച് മോൾ കയറ്റി ഓഫീസിൽ കയറ്റി ഇരുത്തരുത്. നിങ്ങൾ ഈ യൂട്യൂബർമാർക്ക് അർഹിക്കാത്ത വില കൊടുക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെ ക്രമിക്കുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ ഇന്നൊരുത്തനെ ക്രമിച്ചിട്ട് നാളെ രാവിലെ അവനെ വിളിച്ചിട്ട് കേൾക്കും, ചേട്ടാ ചില കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചാണെന്ന്. ഒരു നാണവുമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പുതിയ സാരഥികൾ വരുമ്പോൾ ഒരാളെയും യൂട്യൂബർമാരെന്ന് പറഞ്ഞു വരുന്ന ഒരു വെട്ടിക്കിളിയെയും അമ്മയുടെ ഓഫീസിൽ കയറ്റരുത് എന്ന് മാത്രം പറഞ്ഞു. ഇനി 10-14 ദിവസമേ ഉള്ളൂ. ഈ 14 ദിവസം ഇനി എന്തെല്ലാം തെറികൾ, എന്തെല്ലാം രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത്, ഞാൻ ആറ്റുകാൽ അമ്പലത്തിലെ കഥ പറഞ്ഞ പോലെ തന്നെ, ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് അമ്മയെ നാറ്റുകയാണ് എന്ന് മാത്രം ഓർക്കണം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നാറ്റി മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപും ഗണേശനും പോലുള്ളവർ അമ്മയുടെ പടി കയറാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഈ സംഘടന നിലനിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.